കുമാർ സർ, അണ്ണാമലെ BJP വിടുന്നു, പുതിയ പാർട്ടിയുടെ. ഇന്നത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇങ്ങനൊരു വാർത്തയുണ്ട്. മോദി നേരിട്ട് കണ്ടെത്തിയ മുൻ IPS ഓഫീസറായ അണ്ണാമലെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? സാറിന്റെ അഭിപ്രായം എന്താ? ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? നോക്കൂ, അതിൽ അണ്ണാമലൈ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഇപ്പോൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവായി ഉയർന്നു കഴിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യൻ പോലീസ് സർവീസിലായിരുന്നു. BTech കഴിഞ്ഞ് MBA എല്ലാം കഴിഞ്ഞ് IPS എടുത്തു. ഡെപ്യൂട്ടി കമ്മീഷണറോ അസിസ്റ്റന്റ് കമ്മീഷണറോ ആയിട്ട് കർണാടകത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും പിന്നെ അമിത്ഷായുടെയും പ്രവർത്തന ശൈലി കണ്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ IPS നിന്ന് രാജിവെച്ച് BJPയിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായും നരേന്ദ്രമോദിയും ഉള്ളിടത്തോളം കാലം താൻ BJPയിൽ തുടരും. എനിക്ക് അവരുടെ ശൈലി വളരെ ഇഷ്ടമാണ്. കാരണം അവർ രാഷ്ട്രത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന രണ്ട് നേതാക്കന്മാരാണ്. എനിക്കും അവരെ പോലെ രാഷ്ട്രത്തിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ സർവീസ് വിട്ട് BJPയിൽ ചേർന്നതെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായെന്ന് വെച്ചാല്, ഈ അണ്ണാമലൈ BJPയുടെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ തൊട്ടാണ് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തമിഴ്നാട്ടിലുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. അദ്ദേഹം വളരെ സിൻസിയറായിട്ട് പാർട്ടി കെട്ടിപ്പടുക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും എല്ലാം പോയി വിദ്യാർത്ഥികളായിട്ട് സംവദിച്ചു. അതുപോലെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കയറി കർഷകരായിട്ടും അതുപോലെ കരകൗശല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിട്ടും വീട്ടമ്മമാരൊക്കെ ആയിട്ടും സംവദിച്ചു. അവരൊക്കെ ആയിട്ട് അവരുടെ പ്രശ്നങ്ങളെ ചോദിച്ചറിഞ്ഞു. അതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലല്ല, വളരെ ഗൗരവമായിട്ടാണ് നടത്തിയത്. പിന്നെ ഇവര് DMK സനാതന ധർമ്മത്തെ പലപ്പോഴും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ അതിന് ഒരു രക്ഷകൻ എന്നുള്ള രീതിയിൽ രംഗത്ത് വന്നത് അണ്ണാമലൈ മാത്രമാണ്. മറ്റ് ഓൾ ഇന്ത്യ അണ്ണാ DMKക്കാരൊക്കെ അതിന് എന്താ പറയുക, അതിനോട് നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, DMK എന്ന് പറയുന്നതും അതിനെ തുടർന്ന് വന്ന AIADMK എന്ന് പറയുന്നതും അഴിമതികളുടെ നിറകുടങ്ങളാണ് യഥാർത്ഥം. അപ്പൊ അതിനെ പലവട്ടം അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഈ പറയുന്ന MGR, ജയലളിത, അണ്ണാദുരൈ, കരുണാനിധി, സ്റ്റാലിൻ ഇവരെല്ലാം അഴിമതിയുടെ ആൾക്കാരാണ് എന്ന് അദ്ദേഹം കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് AIADMKയും BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കേണ്ട സമയം വന്നപ്പോ AIADMKക്കാർ പറഞ്ഞു, ഞങ്ങള് BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കാം, പക്ഷെ അണ്ണാമലൈനെ മാറ്റണം BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്, ഞങ്ങൾ അദ്ദേഹത്തായിട്ടിരുന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തെ പാർട്ടി പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയിട്ട് ഈ നായനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മുൻ AIADMK മന്ത്രിനെ പാർട്ടി പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കഴിവുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി വളരെ ഇതായിട്ട് തെളിയിച്ചു കൊടുത്തു. തനിക്ക് ആ പാർട്ടിയില് BJPയില് ഒരു കാര്യകർത്ത അല്ലെങ്കിൽ ഒരു പ്രവർത്തകനാവാനുള്ള യോഗ്യത പോലും ഇല്ലാന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ഇനെഫിഷ്യൻസി കാരണം. അപ്പൊ ഇപ്പോ ജനങ്ങളുടെ ഇടയിൽ തന്നെ വളരെയധികം ഡിമാൻഡ് ഉണ്ട് അറ്റ് ദ ഏർലിയസ്റ്റ് ഈ അണ്ണാമലൈനെ പാർട്ടി പ്രസിഡന്റ് ആയിട്ട് വീണ്ടും നിയോഗിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനെ പറ്റി കുറച്ച് ദിവസമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ഏതാനും ദിവസം മുമ്പ് ഒരു വാർത്ത വന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ മൂവ്മെന്റ്, പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഒരു പീപ്പിൾ മൂവ്മെന്റിന് രൂപം കൊടുക്കാനും നല്ല ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ആയിട്ടുള്ള അർപ്പണ മനോഭാവമുള്ള യുവാക്കളെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാനുമായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പീപ്പിൾസ് മൂവ്മെന്റിന് ഡൽഹിയുടെ ആശീർവാദം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം ഏതാണ്ട് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്, ഈ ജനങ്ങളുടെ ഒരു പീപ്പിൾസ് മൂവ്മെന്റ്. പക്ഷെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല എന്ന് അദ്ദേഹം പലവട്ടം അദ്ദേഹത്തുമായിട്ട് അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരുപക്ഷെ കുറെ നാൾ കഴിഞ്ഞ് അതിന് നല്ല ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അതൊരു ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുമ്പോഴും
താൻ നരേന്ദ്രമോദിയുടെ ഫോളോവർ ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകാരം BJP അല്ലെ BJP ഐഡിയോളജി എന്നൊന്നും അത് വിട്ടു മാറില്ലായിരിക്കും. തമിഴ്നാട്ടില് BJPയുടെ എന്താ പറയുക, ഇപ്പോഴത്തെ നേതാക്കന്മാരും ഇതിനു മുമ്പുണ്ടായിരുന്ന നേതാക്കൾ ബാറിങ് 1 or 2 പേഴ്സൺസ്, എസ്പെഷ്യലി ഇപ്പോഴത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇല്ലേ ഇന്ത്യ ഗവൺമെന്റിന്റെ CP രാധാകൃഷ്ണൻ, അദ്ദേഹം ഒഴിച്ച് ബാക്കി ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല BJPയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് അണ്ണാമല ഒരു വലിയ ഹോപ്പായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന ഈ പറഞ്ഞപ്പോ നായനാർ നാഗേന്ദ്രനും അതിന് മുമ്പുണ്ടായിരുന്ന മുരുകനൊക്കെ വളരെ പരാജയത്തിലാണ് അവശേഷിച്ചത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റാണ് കിട്ടിയത്. ഭോജരാജൻ എന്നൊക്കെ പറഞ്ഞ ആള് കഷ്ടി 100-200 വോട്ടിന് ജയിച്ചു. വേറെ ആരും ജയിച്ചില്ല. കേന്ദ്രമന്ത്രി മുരുകൻ വരെ തോറ്റുപോയി. മുൻ തെലങ്കാന ഗവർണർ ഇല്ലേ, എന്താ അവരുടെ പേര്, തമിഴിസൈ സൗന്ദരരാജൻ, അവര് വരെ തോറ്റുപോയി തെരഞ്ഞെടുപ്പിന്. സാറ് ഈ പറഞ്ഞ രീതി വെക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ BJPക്ക് വലിയ ഒരു സ്ഥാനം നൽകിയതിൽ, അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അണ്ണാമലയ്ക്ക് വലിയൊരു പങ്കുണ്ട് അതിൽ. അപ്പോ അണ്ണാമലയെ AIADMKയുടെ ഈ ഒരു ആവശ്യപ്രകാരം ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുക, അപ്പോൾ അണ്ണാമലയ്ക്കും അല്ലെങ്കിൽ അണ്ണാമലയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾക്കും അതിൽ നീരസം ഉണ്ടാവുക. അപ്പോ അത്തരത്തിൽ ഒരു കാര്യം തമിഴ്നാട്ടിൽ രൂപപ്പെടുമ്പോൾ അത് എപ്രകാരമായിരിക്കും BJP അവിടെ ബാധിക്കുന്നത്? ഇപ്പൊ BJP അതല്ലെങ്കിൽ തമിഴ്നാട് BJP തന്നെ നേരിട്ട് ആവശ്യപ്പെടണം കേന്ദ്രത്തിന്റെ അടുത്ത്, ഞങ്ങൾക്ക് അണ്ണാമലയെ മതി, അണ്ണാമലയെ പ്രസിഡന്റ് ആക്കണം, അണ്ണാമലയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അവരെ നിയോഗിക്കുകയുള്ളൂ. ഇപ്പൊ തമിഴ്നാട് BJPക്കകത്ത് തന്നെ അണ്ണാമലയ്ക്ക് എതിരായിട്ട് കുറെ അധികം പേര് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തേജോവധം ചെയ്യാനായിട്ട് ഒരു സിനിമാ നടനുണ്ട് SV ശേഖർ എന്നൊക്കെ പറഞ്ഞിട്ട്. അയാള് ഇനി മുസ്ലിം ലീഗ് ഭാഗ്യ രാഷ്ട്രീയ പാർട്ടിയിൽ അയാൾ മെമ്പറായിരുന്നു. അയാൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ പദവി കിട്ടണം എന്ന് പറഞ്ഞ അയാൾ ബഹളം തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ അങ്ങനെ ബഹളം തുടങ്ങി കഴിഞ്ഞപ്പോ അണ്ണാമല പറഞ്ഞു നത്തിങ് ഡൂയിങ്. കാരണം പാർട്ടിയുടെ ഘടന അനുസരിച്ചിട്ടല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരാൾക്ക് മാത്രമായിട്ട് പ്രത്യേക പദവി കൊടുക്കണേ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അതുപോലെ വേറൊരാളുടെ പേരിൽ വേണ്ടാത്ത അപവാദങ്ങളെല്ലാം ഉണ്ടായി. അത് സത്യമാണെന്ന് തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അതൊരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചു. അങ്ങനെ BJPക്കകത്ത് അണ്ണാമലയോട് ഭയങ്കര ദേഷ്യമുള്ള കുറെ ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്നുള്ളത് പറയാനില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അത് ശരിയാവില്ല അത് പറയണത്. പക്ഷെ അങ്ങനെ ഒരു മൂവ്മെന്റും കൂടി BJPക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മടുത്തു സത്യം പറഞ്ഞ BJP ഇപ്പോഴത്തെ പ്രസന്റ് ലീഡർഷിപ്പിനെ പറ്റിയിട്ട്. ലീഡർഷിപ്പ് കാരണം അവർക്ക് ഇൻഎഫിഷ്യന്റ് ആണ്, അവർ ലെഥാർജിക് ആണ്, അവർക്ക് സുഖിമാന്മാരാണ്, ആരും വർക്ക് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത്. ഇപ്പോ അണ്ണാമലെ പാർട്ടി അധ്യക്ഷനായിട്ട് ചാർജ് എടുത്തപ്പോ അതിനു മുമ്പും അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ ജനങ്ങളുമായിട്ട് എപ്പോഴും നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നു. ഇതൊരു ഓവർനൈറ്റ് ഡിസിഷൻ ഒന്നും അല്ലായിരുന്നു. അദ്ദേഹം മാസങ്ങളോളം ആലോചിച്ച് ഉറച്ചതിന് ശേഷമാണ് അദ്ദേഹം BJPയിൽ ചേർന്നത്. അദ്ദേഹം സർവീസിൽ നിന്ന് രാജിവെച്ചത്. അപ്പോ അദ്ദേഹത്തിന് പിന്നെ ഇപ്പൊ പുതിയ പാർട്ടി പ്രസിഡന്റ് വരുമ്പോൾ പുതിയ എന്തെങ്കിലും പദവി നൽകും, അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പദവി നൽകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിക്കാനും കൂടി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പൊ നമുക്കിത് ഇത് ഇവോൾവിങ് ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ റിവോൾവിങ് ന്യൂസ് ആണത്. എങ്ങനെ വരുന്നല്ല. അപ്പൊ ഏതായാലും അദ്ദേഹം പാർട്ടി രൂപീകരിക്കും, ഒരു പുതിയ പാർട്ടി രൂപീകരിക്കും, BJP വിടും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ഓരോ സോഴ്സസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞ് എഴുതും. പക്ഷെ അതിപ്പോ അതിന്റെ ഒതന്റിസിറ്റി എന്തോരം ഉണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ആരാണ് പറഞ്ഞതെന്നൊന്നും അറിയില്ലല്ലോ. വി ഹാവ് ടു ഹിയർ ഇറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. അതല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ അദ്ദേഹം പാർട്ടി വിടുന്നൊക്കെ എനിക്ക് തോന്നണില്ല. പാർട്ടി വിടുന്ന അദ്ദേഹം തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന് അറിയാം BJP വളരെ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം BJPയിൽ തന്നെ നിൽക്കാനേ നോക്കുള്ളൂ. പിന്നെ ഒരു നോൺ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആർക്കും ആണെങ്കിലും ലോഞ്ച് ചെയ്യാൻ, മനസ്സിലായില്ലേ? ഇപ്പോ യുവാക്കളെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു
പ്രസ്ഥാനം അതല്ലെങ്കിൽ ഒരു സംവിധാനം ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നുള്ളതാണ്. ഈ ഇസ്ലാമിക് തീവ്രവാദ സംഘടനകൾക്ക് മുസ്ലിം ലീഗിനൊക്കെയാണ് അങ്ങനെയുള്ള സംവിധാനം ഉള്ളൂ. മറ്റുള്ള പാർട്ടികൾക്കൊന്നും അങ്ങനെ സംവിധാനം ഇല്ലല്ലോ. എല്ലാവരും ഓടിപ്പോയി 4 അണയുടെ പണ്ടത്തെ അല്ലെങ്കിൽ 5 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും മറ്റേ ജില്ലാ പ്രസിഡന്റും ഒക്കെ ആവണം. അങ്ങനെ ഒരു സംവിധാനം BJP-യിൽ ഇല്ല. അപ്പൊ അവര് ഒരു വോളണ്ടിയർ ഫോഴ്സിനെ വാർത്തെടുക്കാനും അതിൽ കുറെ പേരെ കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും മറ്റുള്ളവരെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും ഒക്കെ നിയോഗിക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കണം മോഡേൺ മാനേജ്മെന്റ്. അത് MBA ഗ്രാജുവേറ്റ് ആണെന്ന് ഓർക്കണേ. സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ MBA പാസ്സായിരിക്കണം. അപ്പൊ അത് മാത്രമല്ല നിരന്തരം അദ്ദേഹം തന്റെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത അദ്ദേഹം കഴിഞ്ഞ വർഷം ഓക്സ്ഫോർഡിൽ പോയിട്ട് എന്തോ ഒരു മാനേജ്മെന്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആള് അദ്ദേഹത്തിന് അറിയാം പാർട്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഏതായാലും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നുള്ളതിൽ ആർക്കും വലിയ വിശ്വാസമൊന്നുമില്ല. അതൊരു എന്താ ഒരു വളരെ ഒരു വേഗായിട്ടുള്ള ഒരു സ്റ്റോറി. ഞാൻ റിപ്പോർട്ട് വായിച്ചിരുന്നു. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന റിപ്പോർട്ട് വായിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതൊരു വേഗ റിപ്പോർട്ടാണ്. അത് അവിടെയില്ല ഇവിടെയില്ല എന്നുള്ള രീതിയിലാണ് അത് എഴുതിയിരിക്കണം മുഴുവനെ. നമ്മൾ അണ്ണാമലയെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ തന്നെ അണ്ണാമലയും BJP-ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. കാരണം അത്രയധികം ശക്തമായ ഒരു പറയുന്ന വാക്കുകളാണെങ്കിൽ പോലും ജനങ്ങൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു നോൺ പൊളിറ്റിക്കൽ ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റിലൂടെ BJP-ക്ക് കുറച്ചും കൂടെ ഒരു സ്ട്രെസ് നൽകുക അല്ലെങ്കിൽ തന്റെ സ്ഥാനം ഊട്ടി ഉറപ്പിക്കുക അങ്ങനെ സാധ്യത ഇതിൽ കാണുന്നുണ്ടോ? അദ്ദേഹം തന്റെ പൊസിഷൻ ഊട്ടി ഉറപ്പിക്കുക അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ അദ്ദേഹം ഇറങ്ങിയത്. ഇപ്പൊ അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആവണം അവരുടെ ആവശ്യപ്പെട്ടിട്ടില്ല, ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരമായിരുന്നു, അദ്ദേഹം ചെയ്ത വർക്കിന് കിട്ടിയ അംഗീകാരമായിരുന്നു അദ്ദേഹത്തെ BJP-യുടെ പ്രസിഡന്റ് ആക്കിയത്. പിന്നെ ഈ ദോഷൈക ദൃക്തുക്കൾക്ക് എന്തുവാണെങ്കിലും പറയാം. ഒരു കൂട്ടർ എഴുതിയിട്ടുണ്ട് പൊതുവെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തില്ലേ ഇന്നലത്തെ, അത് അദ്ദേഹം റീട്വീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് അദ്ദേഹം സ്ഥിരമായിട്ട് റീട്വീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇല്ല വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ് തമിഴ്നാടിനെ സംബന്ധിച്ച പോയിന്റ്സ് വരുമ്പോൾ റീട്വീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അല്ലാതെ അദ്ദേഹം നിരന്തരം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് റീട്വീറ്റ് ചെയ്യാറൊന്നുമില്ല. പിന്നെ അതുപോലെ വേറെ ഒന്ന് പറയണ ഈ CBSE സിലബസിൽ 9ാം ക്ലാസ് തൊട്ടും 3 ലാംഗ്വേജ് ഫോർമുലയ്ക്ക് അദ്ദേഹം എതിരാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ നമ്മുടെ ഒരു സ്കൂളുണ്ടല്ലോ ജവഹർ നവോദയ വിദ്യാലയ, അത് തമിഴ്നാട്ടിൽ തുറക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആളാണ് അദ്ദേഹം. ഈ എല്ലാ ജില്ലകളിലും ഒരു പബ്ലിക് സ്കൂൾ അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് കിട്ടുന്ന ഭാഗത്തിലുള്ള ഒരു സ്കൂൾ തുടങ്ങാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട്. അത് ഇല്ലാത്ത ഏക സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പൊ അത് ജവഹർ നവോദയ വിദ്യാലയ തമിഴ്നാട്ടിലും ആരംഭിക്കണമെന്ന് വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് മാത്രമല്ല ഹിന്ദിയോട് അദ്ദേഹത്തിന് വെറുപ്പൊന്നുമില്ല. ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ദേശീയ ധാരയിൽ തമിഴ്നാട്ടുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇത് ഒരു പുതിയ പാർട്ടി ലോഞ്ച് ചെയ്യാന്നൊക്കെ പറയണ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഞാനത് തള്ളിക്കളയണില്ല. ഇൻ ഫാർ ഡേയ്സ് ടു കം, ലോങ് ഡേയ്സ് ടു കം. ഇപ്പൊ ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇദ്ദേഹം ലോഞ്ച് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, പീപ്പിൾസ് മൂവ്മെന്റ്, ജനങ്ങളുടേതായ ഒരു പ്രസ്ഥാനം, അത് ഇവോൾവ് ചെയ്തൊരു വലിയ ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറ്റാൻ പറ്റും. അല്ലേ? ജനങ്ങൾക്ക് അതിന്റെ എന്തിനാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറേണ്ടത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കേന്ദ്രത്തിന്റെ തന്നെ BJP-യുടെ അനുഗ്രഹാശിസുകളോടുകൂടി ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ പറ്റും. അൾട്ടിമേറ്റ് ലൂസർ തമിഴ്നാട് BJP കേരള BJP-നെ പോലെ തന്നെ പരാജയമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സാർ പറയുന്നത് മനസ്സിലാക്കുമ്പോൾ ഒരു ആദ്യ ചുവടുവെപ്പിൽ ഒരു പാർട്ടി രൂപീകരണത്തിന്റെ അപ്പുറത്തേക്കും ഈ ഒരു പീപ്പിൾസ് മൂവ്മെന്റിന്റെ ഭാവി അനുസരിച്ചായിരിക്കും അണ്ണാമലയുടെ ബാക്കി തീരുമാനങ്ങൾ ഉണ്ടാവുക. അതെ ഇപ്പൊ നമ്മള് ഇപ്പൊ കാണാറുണ്ടല്ലോ, ഒരു സൈബർ സ്പേസിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞ് ലോഞ്ച് ചെയ്തു എന്നൊക്കെ, കോക്രോച്ചസ് ജനതാ പാർട്ടി, പാറ്റകളുടെ പാർട്ടി. അതിപ്പോ പാറ്റകളൊക്കെ പറന്നുപോയി, ഒരിടത്ത് പോലും കിട്ടാനില്ല പാറ്റകള്.
അപ്പൊ അതേപോലെ ഒന്നും ആവില്ല. അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വളരെ പഠിച്ച് ഗഹനമായിട്ട് പഠിച്ച് അതിന്റെ വരുംവരായികളെ കുറിച്ച് ആലോചിച്ചിട്ടേ അദ്ദേഹം ചെയ്യുള്ളൂ. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് ഞാൻ പറയണേ അല്ല, ഇത് പറയണത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത്. തീർച്ചയായും. ഉം. സർ, വളരെയധികം നന്ദി ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിച്ചതിന് പങ്കുചേർന്നതിന്. നന്ദി. താങ്ക്സ്. താങ്ക് യു. നന്ദി.